ഗവർണറും മുഖ്യമന്ത്രിയും ഒരേ വേദിയിലെത്തുമ്പോൾ ഇരുവരും തമ്മിലുള്ള മഞ്ഞുരുകുമോ, പരസ്പരം സംസാരിക്കുമോ എന്നുള്ള കാര്യമൊക്കെയായിരുന്നു. പക്ഷേ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായതുപോലെ പരസ്പരം മുഖത്തേക്ക് നോക്കാൻ പോലും ഇരുവരും തയ്യാറായിരുന്നില്ല. അതായത് ഒരു മര്യാദ വേണ്ടേ? ഇത് പത്രക്കാരുടെയോ പ്രതിപക്ഷക്കാരുടെയോ ചെവിയിലെങ്ങാനും എത്തിയാൽ മതി. നിലവിലൊരു മഞ്ഞുരുക്കത്തിന്റെ സാധ്യതയും ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയാകട്ടെ ഗവർണർ ആവട്ടെ പരസ്പരം ഒന്ന് അഭിവാദ്യം ചെയ്യുന്നത് പോലും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നില്ല. കണക്ക് തീർക്കാമെന്നാണോ? അതേന്ന് പറടാ. പ്രതിജ്ഞയ്ക്ക് ശേഷം ഗവർണർ വേദിയിൽ നിന്ന് മടങ്ങുമ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട ഒന്ന് യാത്ര പറയാൻ പോലും അല്ലെങ്കിൽ ഒന്ന് തലകുലുക്കാൻ പോലും തയ്യാറാകാതെ തന്നെയാണ് വേദി വിട്ടത്. അടുത്തടുത്തിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുമ്പോൾ പോലും പരസ്പരം മുഖത്തേക്ക് നോക്കാതിരിക്കാൻ രണ്ടുപേരും ശ്രദ്ധിച്ചതും നമ്മളൊക്കെ പിള്ളേരില്ലേ? അല്ല, നമുക്കൊക്കെ പിള്ളേരില്ലേ? ഒറ്റ അടി വെച്ചിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുമ്പോൾ പോലും പരസ്പരം മുഖത്തേക്ക് നോക്കാതിരിക്കാൻ രണ്ടുപേരും ശ്രദ്ധിച്ചതും ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞതിന് പിന്നാലെ മുഖ്യമന്ത്രി ഗവർണർ ഇറങ്ങിപ്പോകുമ്പോൾ മുഖ്യമന്ത്രിക്ക് മുഖം കൊടുക്കാതെ ഇറങ്ങിപ്പോകുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. 10 മിനിറ്റ് നേരത്തോളം സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നിരുന്നു. ഈ സമയത്തൊന്നും ഗവർണർ മുഖ്യമന്ത്രിക്ക് മുഖം കൊടുക്കാൻ തയ്യാറായില്ല. ആദ്യം ഗവർണറാണ് വേദിയിലേക്ക് എത്തിയത്. ഗവർണർ വേദിയിലേക്ക് എത്തിയതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വേദിയിലേക്ക് എത്തിച്ചേരുന്നു. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് മുഖം കൊടുക്കാനോ മുഖ്യമന്ത്രി വിഷ് ചെയ്യാനോ ഒന്നും തയ്യാറായില്ല. ഇപ്പുറത്ത് നിന്ന ആൾക്കാരെല്ലാം അദ്ദേഹം തൊഴുതുകൊണ്ട് വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. സമീപകാലത്ത് കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും കൗതുകകരമായ ദൃശ്യങ്ങൾ. മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ഗവർണറുടെ മുഖത്തേക്ക് നോക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഗവർണർ മുഖ്യമന്ത്രി നിന്നതിൻ്റെ സൈഡിലൂടെ ഇറങ്ങി അങ്ങ് പെട്ടെന്ന് ഇറങ്ങി പോകുന്നതാണ് കാണുന്നത്. പക്ഷേ കേരളത്തിൽ ഇങ്ങനെ ഒരു സത്യപ്രതിജ്ഞാ ദൃശ്യം ഒരു പക്ഷേ മുഖ്യമന്ത്രി ഗവർണർ തമ്മിലുള്ള ഒരു പോരിൻ്റെ ആ ദൃശ്യം അത് ഇത്രയും വലുതായി നമുക്ക് ഇതുവരെ കേരള ചരിത്രത്തിൽ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. എത്ര പത്രക്കാർ വന്നാലും കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് പാറ്റൻ ടാങ്ക് പോലെ നിൽക്കും ഈ PP ശശി. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പുതിയ മുദ്രാവാക്യം. പറഞ്ഞുകൂട് എന്നാ ഇത് പൊയ്ക്കോ ഊണ് കഴിച്ചാ